പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയക്കെതിരെ UDFിൽ അതൃപ്തി. സ്ട്രോങ് റൂം തുറക്കാൻ പോകുന്ന വിവരം ഫാത്തിമ തെഹ്ലിയെ അറിഞ്ഞിട്ടും നേതൃത്വത്തെ അറിയിച്ചില്ല എന്നതാണ് പരാതി. ഫാത്തിമ തെഹ്ലിയ പലപ്പോഴും ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നുവെന്ന് മുസ്ലിം ലീഗിൽ വിമർശനമുണ്ട്. അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. കോഴിക്കോട് നിന്ന് അജി, എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ ഈ സ്ട്രോങ് റൂമിന് സമീപത്തുള്ള മെറ്റീരിയൽ റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ 8 മണിക്ക് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഫാത്തിമ തഹ്ലിയ ഈ വിവരം ലീഗ് ജില്ലാ പ്രസിഡന്റിനെയോ ഒപ്പം തന്നെ UDF നേതൃത്വത്തെയോ ഈ വിവരം അറിയിക്കാതെ അവിടെ നേരിട്ട് എത്തിയതിലാണ് കടുത്ത വിമർശനമുള്ളത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പോലും വലിയ തരത്തിൽ UDFിൻ്റെ നേതാക്കൾ പ്രതിരോധത്തിലായി. MK രാഘവൻ MP, ഒപ്പം തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ, ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ വലിയ തലത്തിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് നേതൃത്വത്തെ അറിയിക്കാതെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഫാത്തിമ തഹ്ലിയയ്ക്ക് നൽകിയിരിക്കുന്നത്. ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിയെ ശകാരിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ. ഇത്തരത്തിലുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് പോകരുത്, അത് നേതൃത്വത്തെ കൃത്യമായി തന്നെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പോലും ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ ഫാത്തിമ തഹ്ലിയയുടെ പേരിൽ ഉണ്ടായിരുന്നു. ഫാത്തിമ തഹ്ലിയ നേതൃത്വത്തെ അറിയിക്കാതെ പല കൂടിക്കാഴ്ചകളും നടത്തി, പല തരത്തിലുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തിയെന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും നേതൃത്വത്തിനുണ്ട്. ഇന്നലത്തെ സംഭവമാണ് പ്രധാനമായും ഈ സ്ട്രോങ് റൂമിന് സമീപത്തെ മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം ഫാത്തിമ തഹ്ലിയെ അറിയിച്ചിട്ടും ആ വിവരം UDF നേതൃത്വത്തെ അറിയിക്കാത്തതാണ് വലിയ തരത്തിലുള്ള അമർഷവും പ്രതിഷേധവും UDF ജില്ലാ നേതൃത്വത്തിൽ നിന്നും ലീഗിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.